ശ്രുതി ആ അമ്മേ ആനന്ദ ശ്രുതി വന്നോ അവിടെ? വിളിച്ചിട്ടുമില്ലല്ലോ. ആ എത്ര നേരമായിന്ന് അറിയാം അമ്മ ഇവിടെ നിന്ന് പോയിട്ട്? 2-3 മണിക്കൂറായി ഞാൻ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുക. ഒരു റെസ്പോൺസ്, ഒരു മെസ്സേജ് ഒന്നുമില്ല. ഇത് എപ്പോഴും ഉള്ളതാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടില്ല അപ്പൊ അറിയുമ്പോ അമ്മയ്ക്ക് അറിയാത്തതൊന്നല്ലല്ലോ. നിങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? ഇല്ല ഇല്ല ഞാൻ ഇനി വിളിക്കില്ല. ഇല്ല ദേഷ്യം പെടുന്നില്ല. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ദേഷ്യപ്പെടാണ്ട് എന്ത് ചെയ്യും അമ്മേ? ഇല്ല ഞാൻ ഇനി വിളിക്കില്ല കേട്ടോ. ആ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളെ മോളെടുത്ത്. ഇല്ല ഞാൻ വിളിക്കുന്നില്ല. കഴിഞ്ഞു ഫിനിഷ്. ആനന്ദ് ആ വന്നു. ആനന്ദ് ഐ ആം സോറി ആനന്ദ്. എന്നോട് ക്ഷമിക്കും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. പ്ലീസ് ആനന്ദ്, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. എന്നോടൊന്ന് ക്ഷമിക്കാൻ. നീ ക്ഷമിച്ചാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. പ്ലീസ് ഐ ആം സോറി. എന്താ നീ ഫോൺ ആൻസർ ചെയ്യാത്തെ? എത്ര ടൈം വിളിച്ചു നിന്നെ ഞാൻ ശ്രുതി? നിനക്കൊന്ന് മെസ്സേജ് അയച്ചൂടെ? എനിക്കറിയാലോ നമ്മളൊന്ന് പുറത്തു പോയിട്ട് എത്ര നാളായി? ഇതേപോലെ ഒന്ന് വന്നിരുന്നിട്ട് എത്ര നാളായി? എന്തിനെപ്പോഴും നീ എന്നെങ്ങനെ ടെൻഷൻ ആക്കുന്നേ? നീ ഓരോ ടൈം പുറത്ത് പോകുമ്പോ എപ്പോഴൊക്കെ കയറി വരണേ? ആ ടൈമിൽ ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കും. യു ഡോണ്ട് റെസ്പോണ്ട്. ഐ ആം സോറി ആനന്ദ്. ഞാൻ പറഞ്ഞില്ല ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഐ ആം സോറി. Sudhi, you know how much I love you, right? ഹലോ അമ്മേ, എന്തിനൊക്കെ അറിയണേ? ഹലോ അമ്മേ, ശ്രുതിക്ക് ആക്സിഡന്റോ? ശ്രുതിയല്ലേ? ശ്രുതി അമ്മ വിളിക്കണോ? ശ്രുതി